Hello കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In the given figure, ABCD is a rectangle with AD equals to 8 cm and CD equals to 12 cm. Line segment CE is drawn, making an angle of 60 degree with AB, intersecting AB at E. Find the length of CE and BE. ഇത് ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. In rectangle ABCD, AD equals to 8 cm, CD equals to 12 cm. Line segment CE is drawn, making an angle of 60 degree with AB, intersecting AB at E. അതായത് CE എന്ന ലൈന് AB എന്ന സൈഡിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് 60 ഡിഗ്രി ആംഗിളിൽ ഡ്രോ ചെയ്തിട്ടുള്ളതാണ്. ഫൈൻഡ് ചെയ്യേണ്ടത് CE ആൻഡ് BE ആണ്. അതായത് ഈ സൈഡും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യാം. ട്രയാങ്കിൾ BEC കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ BEC, ആംഗിൾ BEC ഈക്വൽസ് ടു 60 ഡിഗ്രി. പിന്നെ നമുക്കറിയാവുന്ന ലെങ്ത് BC ആണ്. BC ഈക്വൽസ് ടു 8 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് EB. Tan 60 degree equals to opposite side by adjacent side. Opposite side is BC by adjacent side is BE. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The value of tan 60 degree is √3. BC 8 centimeter by BE. Cross multiplication ചെയ്യാം. √3 into BE equals to 8. BE equals to 8 by √3. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ എഴുതാം. അതിനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into √3 is 8. √3 by √3 into √3 is 3 centimeter. മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് BE എന്ന സൈഡ് 8√3 by 3 centimeter എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് CE എന്ന സൈഡാണ്. അതിനായിട്ട് നമുക്ക് EBയും BCയും അറിയുന്നത് കൊണ്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ sin 60 ഡിഗ്രി ഈക്വൽസ് ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് BC by EC. അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 60 ഡിഗ്രി ഈസ് √3 by 2 ഈക്വൽസ് ടു BC ഈസ് 8 സെൻറ്റിമീറ്റർ ബൈ EC. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √3 ഇൻറ്റു EC ഈക്വൽസ് ടു 8 into 2. EC ഈക്വൽസ് ടു 8 into 2 ഈസ് 16 by √3. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാനായിട്ട് നമുക്ക് √3 ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആൻസർ 16 √3 by 3 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.